K-TET Psychology Part-7 ലേണിംഗ് ഡിസബിലിറ്റിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ഡിഫറൻസസും മെൻഡൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസുമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നത്. എല്ലാവരും പഠിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 158. കുട്ടികളുടെ കഴിവിൻ്റെ ഏതെങ്കിലും തോതും വിദ്യാഭ്യാസ നേട്ടങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേടാണ് അണ്ടർ അച്ചീവ്മെൻറ്റ്സ് എന്ന് അഭിപ്രായപ്പെട്ടത് റിം. കുട്ടികളുടെ കഴിവിൻ്റെ ഏതെങ്കിലും തോതും വിദ്യാഭ്യാസ നേട്ടങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേടാണ് അണ്ടർ അച്ചീവ്മെൻറ്റ്സ് എന്ന് അഭിപ്രായപ്പെട്ടത് റിം. നെക്സ്റ്റ് IQ 70-ൽ താഴെയായി വരുന്ന കുട്ടികളാണ് മാനസിക മാന്ദ്യമുള്ള കുട്ടികൾ. IQ 70-ൽ താഴെയായി വരുന്ന കുട്ടികളാണ് മാനസിക മാന്ദ്യമുള്ള കുട്ടികൾ. നെക്സ്റ്റ് മസ്തിഷ്ക സെല്ലുകളിൽ ചില അമിനോ അമ്ലങ്ങളുടെ പ്രവർത്തനമായുണ്ടാകുന്ന ക്ഷതം മൂലമുണ്ടാകുന്ന ബുദ്ധിമാന്ദ്യമാണ് ഫിനൈൽ കെറ്റോന്യൂറിയ. മസ്തിഷ്ക സെല്ലുകളിൽ ചില അമിനോ അമ്ലങ്ങളുടെ പ്രവർത്തനമായുണ്ടാകുന്ന ക്ഷതം മൂലമുണ്ടാകുന്ന ബുദ്ധിമാന്ദ്യമാണ് ഫിനൈൽ കെറ്റോന്യൂറിയ. റോബിനോവിച്ചിൻ്റെ അഭിപ്രായത്തിൽ എത്ര തരത്തിൽ പഠന വൈകല്യങ്ങൾ കാണപ്പെടുന്നു? പ്രാഥമിക പഠനമാന്ദ്യം, ദ്വിതീയ പഠനമാന്ദ്യം. റോബിനോവിച്ചിൻ്റെ അഭിപ്രായത്തിൽ എത്ര തരത്തിൽ പഠന വൈകല്യങ്ങൾ കാണപ്പെടുന്നു? പ്രാഥമിക പഠനമാന്ദ്യം, ദ്വിതീയ പഠനമാന്ദ്യം. നെക്സ്റ്റ് പഠനത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ ഒന്നോ അതിലധികമോ മാനസിക പ്രക്രിയയിലുള്ള തകരാറാണ് പഠന വൈകല്യം. പഠനത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ ഒന്നോ അതിലധികമോ മാനസിക പ്രക്രിയയിലുള്ള തകരാറാണ് പഠന വൈകല്യം അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി. പഠന വൈകല്യത്തിനുള്ള പ്രധാന കാരണങ്ങളേവ? ജീവശാസ്ത്ര ഘടകങ്ങൾ, ജനിതക ഘടകങ്ങൾ, സാഹചര്യ ഘടകങ്ങൾ അല്ലെങ്കിൽ പാരിസ്ഥിതിക ഘടകങ്ങൾ. പഠന വൈകല്യത്തിനുള്ള പ്രധാന കാരണങ്ങളേവ? ജീവശാസ്ത്രപരമായ ഘടകങ്ങൾ, ജനിതക ഘടകങ്ങൾ, സാഹചര്യ ഘടകങ്ങൾ അല്ലെങ്കിൽ പാരിസ്ഥിതിക ഘടകങ്ങൾ. പഠന വൈകല്യമുള്ള കുട്ടികളുടെ പഠനത്തിൽ എന്തെല്ലാം പരിപാടികൾ ആസൂത്രണം ചെയ്യാവുന്നതാണ്? വ്യാവഹാരിക ഇടപെടലുകൾ, വൈജ്ഞാനിക വ്യവഹാര ഇടപെടലുകൾ, ചികിത്സാധിഷ്ഠിത ഇടപെടലുകൾ, വിവിധ ഇന്ദ്രിയങ്ങളെ ഒരേ സമയം പരിഗണിക്കുന്ന സമീപനങ്ങൾ, പ്രത്യക്ഷ ബോധനം. പഠന വൈകല്യമുള്ള കുട്ടികളുടെ പഠനത്തിൽ എന്തെല്ലാം പരിപാടികൾ ആസൂത്രണം ചെയ്യാവുന്നതാണ്? വ്യാവഹാരിക ഇടപെടലുകൾ, വൈജ്ഞാനിക വ്യവഹാര ഇടപെടലുകൾ, ചികിത്സാധിഷ്ഠിത ഇടപെടലുകൾ, വിവിധ ഇന്ദ്രിയങ്ങളെ ഒരേ സമയം പരിഗണിക്കുന്ന സമീപനങ്ങൾ, പ്രത്യക്ഷ ബോധനം. നെക്സ്റ്റ് സാധാരണ കുട്ടികളിൽ കാണപ്പെടുന്ന പഠന വൈകല്യങ്ങൾ ഏതെല്ലാം? കുട്ടികളിൽ സാധാരണ കാണപ്പെടുന്ന പഠന വൈകല്യങ്ങൾ ഏതെല്ലാം? ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ. കുട്ടികളിൽ സാധാരണ കാണപ്പെടുന്ന പഠന വൈകല്യങ്ങളാണ് ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ. ഡിസ്ലെക്സിയ അല്ലെങ്കിൽ പദാന്ധത എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റുഡോൾഫ് ബെർലിൻ. പദാന്ധത അല്ലെങ്കിൽ ഡിസ്ലെക്സിയ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റുഡോൾഫ് ബെർലിൻ. പദാന്ധതയെ ആദ്യമായി തിരിച്ചറിഞ്ഞത് ഒസ്വാൾഡ് ബെർക്കൻ. പദാന്ധതയെ ആദ്യമായി തിരിച്ചറിഞ്ഞത് ഒസ്വാൾഡ് ബെർക്കൻ. പദാന്ധത എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റുഡോൾഫ് ബെർലിൻ. പദാന്ധതയെ ആദ്യമായി തിരിച്ചറിഞ്ഞത് ഒസ്വാൾഡ് ബെർക്കൻ. ഭൗതികവും ശാരീരികവുമായ കഴിവുകൾ കാണിക്കുന്നുണ്ടെങ്കിലും എഴുതാനും വായിക്കാനും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഒരു കുട്ടിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം പദാന്ധത. ഭൗതികവും ശാരീരികവുമായ കഴിവുകൾ കാണിക്കുന്നുണ്ടെങ്കിലും എഴുതാനും വായിക്കാനും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഒരു കുട്ടിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം പദാന്ധത. സാധാരണ പഠനവും ആവശ്യത്തിനുള്ള ബുദ്ധിയും സാമൂഹ്യ സാംസ്കാരിക അവസരങ്ങളും ഉണ്ടായിട്ടുകൂടി വായിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പ്രകടമായ കുഴപ്പം എന്ന പദാന്ധതയെ നിർവചിച്ചത് വേർഡ് ന്യൂറോളജി ഫെഡറേഷൻ. സാധാരണ പഠനവും ആവശ്യത്തിനുള്ള ബുദ്ധിയും സാമൂഹ്യ സാംസ്കാരിക അവസരങ്ങളും ഉണ്ടായിട്ടുകൂടി വായിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പ്രകടമായ കുഴപ്പം എന്ന പദാന്ധതയെ നിർവചിച്ചത് വേർഡ് ന്യൂറോളജി ഫെഡറേഷൻ.
നെക്സ്റ്റ്, ഒരാളുടെ കഴിവിന് കോട്ടം വരുത്തുന്ന തലച്ചോർജന്യമായ പഠന വൈകല്യമാണ് പദാന്ധത എന്ന് നിർവചിച്ചത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്. ഒരാളുടെ വായിക്കാനുള്ള കഴിവിന് കോട്ടം വരുത്തുന്ന തലച്ചോർജന്യമായ പഠന വൈകല്യമാണ് പദാന്ധത എന്ന് നിർവചിച്ചത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്. എത്ര തരം പദാന്ധതയുണ്ട്? 3 തരം പദാന്ധത. ഒന്ന് കേൾവിയുമായി ബന്ധപ്പെട്ട്, കാഴ്ചയുമായി ബന്ധപ്പെട്ട്, ശ്രദ്ധയുമായി ബന്ധപ്പെട്ട്. പദാന്ധത 3 തരത്തിലുണ്ട്: കേൾവിയുമായി ബന്ധപ്പെട്ട്, കാഴ്ചയുമായി ബന്ധപ്പെട്ട്, ശ്രദ്ധയുമായി ബന്ധപ്പെട്ട്. നെക്സ്റ്റ്, പദാന്ധതയിലേക്ക് നയിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? വിദ്യാലയങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ: ആത്മാഭിമാനം നഷ്ടപ്പെടൽ, പ്രായപൂർത്തിയായിട്ടും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ. പദാന്ധതയിലേക്ക് നയിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? വിദ്യാലയത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, ആത്മാഭിമാനം നഷ്ടപ്പെടൽ, പ്രായപൂർത്തിയായിട്ടും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ. പദാന്ധതയുടെ പ്രധാന ലക്ഷണങ്ങൾ: ലളിതമായ ഒരു വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, എഴുതിയ വാക്കുകൾ തിരിച്ചറിയാൻ പഠിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്, ശബ്ദങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്. പദാന്ധതയുടെ പ്രധാന ലക്ഷണങ്ങൾ: ലളിതമായ ഒരു വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, എഴുതിയ വാക്കുകൾ തിരിച്ചറിയാൻ പഠിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്, ശബ്ദങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്. ശരിയായ വിധത്തിൽ എഴുതാൻ കഴിയാത്ത പഠന വൈകല്യമാണ് ഡിസ്ഗ്രാഫിയ. ശരിയായ വിധത്തിൽ എഴുതാൻ കഴിയാത്ത പഠന വൈകല്യമാണ് ഡിസ്ഗ്രാഫിയ. ഡിസ്ഗ്രാഫിയയുടെ ലക്ഷണങ്ങൾ: ചെറിയ കാര്യങ്ങൾ എഴുതുമ്പോൾ വിരലുകൾക്കുണ്ടാകുന്ന കോച്ചിവലി, മണികന്ധം, കൈകൾ, ശരീരം എന്നിവയുടെ ശരിയല്ലാത്ത നില, ഇടയ്ക്കിടയ്ക്ക് എഴുതിയത് മായ്ക്കുക, വലിയ അക്ഷരവും ചെറിയ അക്ഷരവും കൂട്ടിക്കുഴയ്ക്കുക, അക്ഷരങ്ങളുടെ വലിപ്പവ്യത്യാസം പൂർണ്ണമാകാത്ത അക്ഷരങ്ങൾ, പകർത്തി എഴുതാനുള്ള വേഗതക്കുറവ്, എഴുതുമ്പോഴുള്ള ശ്രദ്ധക്കുറവ്, എഴുതുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരിക, എഴുതാൻ കാഴ്ചയെ കൂടുതൽ ആശ്രയിക്കുക, ചീത്ത കൈയക്ഷരം, എഴുതുമ്പോൾ കൈ വേദനിക്കുക, ആശയങ്ങൾ എഴുത്തായി പരിവർത്തനം ചെയ്യുന്നതിനുള്ള കാലതാമസം. ഇതെല്ലാമാണ് പദാന്ധതയുടെ ഡിസ്ഗ്രാഫിയയുടെ ലക്ഷണങ്ങൾ. ഡിസ്ഗ്രാഫിയയുടെ ലക്ഷണങ്ങൾ: ചെറിയ കാര്യങ്ങൾ എഴുതുമ്പോൾ വിരലുകൾക്കുണ്ടാകുന്ന കോച്ചുവലി, മണികന്ധം, കൈകൾ, ശരീരം എന്നിവയുടെ ശരിയല്ലാത്ത നില, ഇടയ്ക്കിടയ്ക്ക് എഴുതിയത് മായ്ക്കുക, വലിയ അക്ഷരവും ചെറിയ അക്ഷരവും കൂട്ടിക്കുഴയ്ക്കുക, അക്ഷരങ്ങളുടെ വലിപ്പ വ്യത്യാസം, പൂർണ്ണമാകാത്ത അക്ഷരങ്ങൾ, പകർത്തി എഴുതാനുള്ള വേഗതക്കുറവ്, എഴുതുമ്പോഴുള്ള ശ്രദ്ധക്കുറവ്, എഴുതുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരിക, എഴുതാൻ കാഴ്ചയെ കൂടുതൽ ആശ്രയിക്കുക, ചീത്ത കൈയക്ഷരം, എഴുതുമ്പോൾ കൈ വേദനിക്കുക, ആശയങ്ങൾ എഴുത്തായി പരിവർത്തനം ചെയ്യുന്നതിനുള്ള കാലതാമസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: തലച്ചോറ്, ജീനുകൾ എന്നിവയിലൂന്നിയ ജീവശാസ്ത്ര അധിഷ്ഠിതമായ കുഴപ്പമാണ് ഡിസ്ഗ്രാഫിയ. നെക്സ്റ്റ് ഡിസ്ഗ്രാഫിയയെക്കുറിച്ചാണ്. തലച്ചോറ്, ജീനുകൾ എന്നിവയിലൂന്നിയ ജീവശാസ്ത്ര അധിഷ്ഠിതമായ കുഴപ്പമാണ് ഡിസ്ഗ്രാഫിയ. അടിസ്ഥാന ഗണിത ക്രിയകൾ ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ് ഡിസ്കാൽക്കുലിയ. അടിസ്ഥാന ഗണിത ക്രിയകൾ ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ് ഡിസ്കാൽക്കുലിയ. ഗണിതത്തെ മാത്രം ബാധിക്കുന്ന മാനസിക വൈകല്യങ്ങളെ ആദ്യമായി തിരിച്ചറിഞ്ഞത് 1949 തലച്ചോറിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് കേടുവന്നതിൻ്റെ ഫലമായുണ്ടായ ഗണിത വൈകല്യങ്ങൾ വന്നവരെക്കുറിച്ച് നടത്തിയ പഠനത്തിൽ. ഗണിതത്തെ മാത്രം ബാധിക്കുന്ന മാനസിക വൈകല്യങ്ങളെ ആദ്യമായി തിരിച്ചറിഞ്ഞത് 1949 തലച്ചോറിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് കേടുവന്നതിൻ്റെ ഫലമായുണ്ടായ ഗണിത വൈകല്യങ്ങൾ വന്നവരെക്കുറിച്ച് നടത്തിയ പഠനത്തിൽ. ഡിസ്കാൽക്കുലിയ എന്ന വാക്ക് ഉദ്ഭവിച്ചത് ലാറ്റിൻ ഗ്രീക്ക് ഭാഷകളിൽ നിന്നാണ്. ഡിസ് ഗ്രീക്ക് ഭാഷയും കാൽക്കുലിയ എന്നത് ലാറ്റിൻ ഭാഷയുമാണ്. ഇങ്ങനെയാണ് ഡിസ്കാൽക്കുലിയ എന്ന വാക്ക് ഉദ്ഭവിച്ചത് ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകളിൽ നിന്നാണ്. ഗണിതാന്ധത ഏത് IQ നിലവാരത്തിലുള്ളവരെയാണ് കൂടുതൽ ബാധിക്കുന്നത്? 3 മുതൽ 6% വരെ.
ഗണിതാന്ധത ഏത് IQ നിലവാരത്തിലുള്ളവരെയാണ് കൂടുതൽ ബാധിക്കുന്നത്? 3 മുതൽ 6% വരെ IQ നിലവാരത്തിലുള്ളവരെയാണ് കൂടുതൽ ബാധിക്കുന്നത്. സംഖ്യകൾ, സംഖ്യാസത്യങ്ങൾ എന്നിവയെ കൈകാര്യം ചെയ്യാനോ ഓർമ്മിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ ദോഷകരമായി ബാധിക്കുന്ന ജനിതക ബന്ധമുള്ള ഒരു പഠന വൈകല്യമാണ് ഗണിതാന്ധത. സംഖ്യകൾ, സംഖ്യാസത്യങ്ങൾ. സംഖ്യാസത്യങ്ങൾ മീൻസ് ഗുണനപ്പട്ടിക എന്നിവയെ കൈകാര്യം ചെയ്യാനോ ഓർമ്മിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ ദോഷകരമായി ബാധിക്കുന്ന ജനിതക ബന്ധമുള്ള ഒരു പഠന വൈകല്യമാണ് ഡിസ്കാൽക്കുലിയ. നെക്സ്റ്റ് നോക്കുന്നത് ഡിസ്കാൽക്കുലിയയുടെ ലക്ഷണങ്ങളാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്നത്തെ ക്ലാസ് യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.